السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا سيدي يا رسول الله. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമായ അല്ലാഹുവിന്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ സുഖലോക സ്വർഗത്തിൽ അല്ലാഹു നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ രോഗങ്ങളിൽ നിന്നും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, കൂട്ടുകുടുംബാദികളെ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരെ അല്ലാഹു കാക്കുമാറാകട്ടെ. പരിശുദ്ധമായ ദീനിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുന്ന സ്വാലിഹീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, കഴിഞ്ഞ ആഴ്ചയിൽ നാം പറഞ്ഞു വെച്ച വിഷയം മരണത്തിന് ഒരുങ്ങാം എന്നുള്ളതിനെ കുറിച്ചാണ്. അതിന്റെ 7ഓളം കാര്യങ്ങൾ നാം പറയുകയും അതിന്റെ ഒന്നാമത്തെ കാര്യമായ സമയത്തിന്റെ മൂല്യം അറിയുക എന്നതിനെ കുറിച്ചാണ് നാം വിശദീകരിച്ചത്. അല്ലാഹു നന്മ മനസ്സിലാക്കാൻ, തിന്മയെ വേർതിരിച്ച് മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആഖിറുൽ അദദി ഖുറൂജു നഫ്സിക ആഖിറുൽ അദദി ഫിറാഖു അഹ്ലിക ആഖിറുൽ അദദി ദുഖൂലുക ഖബറക. ബഹുമാനപ്പെട്ടവര് അവിടുന്ന് പറഞ്ഞതിന്റെ അർത്ഥം, നമ്മുടെ ഓരോരുത്തരുടെ ശ്വാസോച്ഛ്വാസത്തിന്റെ അവസാനത്തെ എണ്ണം നിന്റെ ആത്മാവിന്റെ പുറപ്പെടലാണ്, കുടുംബത്തെ വിട്ടുപിരിയലാണ്, ഒടുവിൽ ഖബറിൽ പ്രവേശിക്കലാണ് എന്നാണ് ബഹുമാനപ്പെട്ടവര് അവിടുന്ന് വിശദീകരിച്ചു തന്നത്. എന്നാൽ സൂറത്തുൽ ഖസസ് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം, വലാ തൻസ നസീബക മിനദ് ദുനിയ. പരിശുദ്ധമായ ഖുർആനിന്റെ വലിയൊരു പ്രഖ്യാപനമാണ്, ദുനിയാവിലെ നിന്റെ ഓഹരിയെ നീ മറക്കരുത് എന്ന്. വലാ തൻസ നസീബക മിനദ് ദുനിയ, ദുനിയാവിലെ നിന്റെ ഓഹരിയെ നീ മറക്കരുത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ദുനിയാവിൽ ഒരുപാട് ഒരുപാട്  സൗകര്യങ്ങളും സുഖങ്ങളും
അള്ളാഹു വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ നിന്റെ പരീക്ഷണങ്ങൾക്കാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു എന്തെങ്കിലും നമുക്കൊക്കെ കൂടുതലായി തന്നിട്ടുണ്ടെങ്കിൽ അത് റബ്ബ് നമ്മെ പരീക്ഷിക്കാൻ വേണ്ടി തന്നെയാണ്. കാരണം അത് ഏതെല്ലാം രീതിയിൽ നമ്മൾ ചെലവഴിക്കുന്നു, ഏതെല്ലാം കാര്യങ്ങളിലാണ് അതെല്ലാം ഇടപെടുത്തുന്നത് എന്നതിനെ കുറിച്ചൊക്കെ അള്ളാഹു വീക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് എന്ന് മഹാന്മാര് വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ബഹുമാനപ്പെട്ട മുജാഹിദ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുകയാണ്, ഉംറക അൻ തഅമല ഫീഹി ലിആഖിറതിക, അഥവാ നിന്റെ ആയുസ്സിൽ ആഖിറത്തിലേക്ക് അമൽ ചെയ്യാൻ മറക്കരുത് എന്നാണ്. ദുനിയാവിലെ നിന്റെ ഓഹരിയെ നീ മറക്കരുത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ബഹുമാനപ്പെട്ട മുജാഹിദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നിന്റെ ആയുസ്സിൽ ആഖിറത്തിലേക്ക് അമൽ ചെയ്യാൻ മറക്കരുത്. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഞാനും നിങ്ങളും ഒന്ന് ശരിക്കും മനസ്സിരുത്തി ആലോചിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞ ആ ഹദീസിലേക്കും പരിശുദ്ധമായ ഖുർആനിന്റെ വചനവും ഇന്ന് അക്ഷരാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുകയില്ലേ? നമ്മളൊക്കെ ദുനിയാവിന്റെ പിന്നാലെയാണ്. കാരണം പള്ളികളെല്ലാം മഗ്‌രിബ് ഇശാഇനൊക്കെ പള്ളികളിലൊക്കെ ജമാഅത്തിനൊക്കെ നല്ല ആളുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ദുനിയാവിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എല്ലായിടങ്ങളിലും എലക്ഷന്റെ ചൂടും കൺവെൻഷനും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ജനം നെട്ടോട്ടമോടുകയാണ്. ഇവിടെയൊക്കെ ഇബാദത്തുകൾ പോലും ഇന്ന് മറന്നു പോവുകയാണ്. ഇബാദത്തുകളിലേക്കുള്ള ഒരു ശ്രദ്ധ പോലും ഇല്ലാത്ത ഒരു അവസ്ഥയായി മാറുകയാണ്. അത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉംറക അൻ തഅമല ഫീഹി ലിആഖിറതിക, അതായത് നിന്റെ ആയുസ്സിൽ ആഖിറത്തിലേക്ക് അമൽ ചെയ്യാൻ മറക്കരുത്. ദുനിയാവിൽ നമ്മുടെ കൈ പിടിക്കാൻ, നമ്മെ ആനയിക്കാൻ, നമ്മുടെ കൂടെ നിൽക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും. അത് നന്മക്കും ഉണ്ടാകും, തിന്മക്കും ഉണ്ടാകും. പക്ഷേ ആഖിറത്തിലേക്ക് ഒരാളും ഉണ്ടാവുകയില്ല. നമ്മൾ ദുനിയാവിൽ വെച്ച് നമ്മുടെ ആയുസ്സിൽ എന്ത് അമൽ ചെയ്തുവോ ആ അമലല്ലാതെ മറ്റൊന്നും നമ്മുടെ കൂടെ ഉണ്ടാവുകയില്ല. ഈ യാഥാർത്ഥ്യം പലപ്പോഴും നമ്മൾ മറന്നു പോവുകയാണ്. നമ്മൾ അതിനെ നിസാരപ്പെടുത്തി കളയുകയാണ്. ഒരു കവി പറഞ്ഞില്ലേ, ഹയാത്തുക അൻഫാസുൻ തുഅദ്ദു ഫകുല്ലമ മളാനഫസും മിൻആ ഇൻദഖസത് ബിആജുസ്ആം. എണ്ണപ്പെടുന്ന ഏതാനും ശ്വാസങ്ങളാണ് നിന്റെ ജീവിതം. എണ്ണപ്പെടുന്ന ഏതാനും ശ്വാസങ്ങളാണ് നിന്റെ ജീവിതം. അതിലെ ഓരോ ശ്വാസം കഴിയും തോറും നിന്റെ ജീവിതത്തിന്റെ ഓരോ ഭാഗവും ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നാം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഭാഗങ്ങളും ഓരോ ശ്വാസങ്ങൾ കഴിയും തോറും അതിങ്ങനെ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് വികസിക്കുകയില്ല, ചുരുങ്ങി പോവുകയാണ്. ഇന്നലെ ഉണ്ടായ ആരോഗ്യമല്ല, ഇന്നലെ ഉണ്ടായ ആഫിയത്തല്ല ഇന്ന് നമുക്ക് ഉള്ളത്. അല്പം 1 മണിക്കൂർ കഴിഞ്ഞാൽ ഈ 12 മണിക്കുണ്ടായ ആഫിയത്തല്ല 1 മണിക്ക് നമുക്കുണ്ടാകുന്നത്. അവിടേക്ക് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു ക്ലോക്കിലേക്ക് അതിന്റെ സൂചികളെല്ലാം വലതുഭാഗത്തേക്ക് ഇങ്ങനെ കറങ്ങി പോകുമ്പോൾ തിരിച്ചത് നമ്മൾ നമ്മുടെ കൈകൊണ്ട് തിരിച്ചു വെച്ചാലും ആ സമയം തിരിച്ചു വരുമോ? ഒരിക്കലും ആ സമയം തിരിച്ചു വരികയില്ല. അതുകൊണ്ട് തന്നെ നാം ദുനിയാവിൽ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ, എന്തെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ടോ, എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ,
അത് നന്മയാണോ എന്നതിനെ കുറിച്ച് നാം എന്ത് ചെയ്യണം? വിലയിരുത്തണം. അങ്ങനെ വിലയിരുത്തുമ്പോഴാണ് നമുക്ക് ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ. നമുക്ക് ഒരു നന്മയുടെ വഴിയിലേക്ക് കടക്കാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ നന്മയുടെ വഴിയിലേക്കോ കയറാനോ പറ്റുകയില്ല. അതുകൊണ്ടാണ് ആ കവി പറഞ്ഞത് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യം. ഓരോ ശ്വാസം കഴിയും തോറും നിന്റെ ജീവിതത്തിന്റെ ഓരോ ഭാഗങ്ങളും എന്ത് ചെയ്യാണ്? ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെയൊക്കെ പഴയ ഫോട്ടോകൾ എടുത്ത് നമ്മൾ നോക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. അന്ന് എന്നെ കാണാൻ എന്ത് ഭംഗിയായിരുന്നു, അന്ന് എന്റെ ഒരു മുടി പോലും നരച്ചിട്ടുണ്ടായില്ല. ഇന്ന് ഞാൻ കണ്ണാടി എടുത്ത് നോക്കുമ്പോൾ എന്റെ എല്ലാ ഭാഗങ്ങളും നരച്ചിരിക്കുകയാണ്. അപ്പോൾ ആ നര നമ്മള് കറുപ്പിക്കാനല്ല തയ്യാറാകേണ്ടത്. നമ്മൾ ചിന്തിക്കണം, പടച്ചവനെ, എന്റെ ആയുസ്സുകൾ തീർന്നുകൊണ്ടിരിക്കുന്നു, എന്റെ സമയങ്ങൾ തീർന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ വഴിപ്പെട്ട് തന്നെ ജീവിക്കണം. നിനക്കെതിരായി ഒന്നും എന്നിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. വല്ലതും എന്നിൽ നിന്ന് ഉണ്ടായാൽ അതിന്റെ അദാബുകളും ശിക്ഷയും ഞാൻ തന്നെയാണല്ലോ ഏറ്റുവാങ്ങേണ്ടത്. കളവ് പറഞ്ഞാൽ ആ കളവിന്റെ ശിക്ഷ ഞാനാണല്ലോ ഏറ്റെടുക്കേണ്ടത്. അതുപോലെ വഞ്ചന നടത്തിയാൽ ആ വഞ്ചനയുടെ തെറ്റ് ഞാനാണല്ലോ ഏറ്റെടുക്കേണ്ടത്. ഹറാമ് ചെയ്താൽ ഹറാമ് ചെയ്തതിന്റെ ശിക്ഷ ഞാൻ തന്നെയാണല്ലോ ഏറ്റെടുക്കേണ്ടത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ എന്റെയും നിങ്ങളുടെയും ശരീരത്തെ കടിഞ്ഞാണിടൽ അത് വളരെ അത്യാവശ്യമാണ്. അല്ലാതെ നമ്മുടെ ജീവിതം ഒരിക്കലും ഹൈറിലേക്ക് പോവുകയില്ല. നമുക്ക് രസമാണ് ഓരോന്ന് പറയലും, ഇല്ലാത്തത് ഉണ്ടാക്കലും, ഉള്ളതിനെ ഇല്ലാതെയാക്കലും നമുക്ക് വലിയ രസമാണ്. പക്ഷേ അതെല്ലാം നമ്മുടെ ആക്തിപത്ത് മോശമാക്കി കളയുന്നു, നമ്മുടെ ആഖിറം നഷ്ടപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട ശറഫുൽ മസാബീഹിൽ ബഹുമാനപ്പെട്ടവർ വിശദീകരിക്കുന്നത് കാണാം. സമയം കച്ചവടക്കാരന്റെ മൂലധനം പോലെയാണ്. സമയം കച്ചവടക്കാരന്റെ മൂലധനം പോലെയാണ്. അൽ ഔഖാതു കറഅസിൽ മാലി ലിത്താജിരി. സമയം കച്ചവടക്കാരന്റെ മൂലധനം പോലെയാണ്. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? എന്തൊന്നിലാണോ ലാഭം നേടാനാകുക അതിലാണല്ലോ അവന്റെ കച്ചവടം ചെയ്യേണ്ടത്. ഒരു കടയിൽ ഒരുപാട് വസ്തുക്കൾ ഉണ്ടെങ്കിൽ ഏത് വസ്തുവിലാണ് ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്നത് അതിലേക്കാണല്ലോ ആ കച്ചവടക്കാരന്റെ കൂടുതൽ ശ്രദ്ധ ചെല്ലുന്നത്. ഒരാളുടെ മൂലധനം അധികരിക്കും തോറും അയാളുടെ ലാഭവും അധികരിക്കുമല്ലോ. ഞാൻ പറഞ്ഞതെല്ലാം മഹാന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നതാണ്. മഹാന്മാര് പഠിപ്പിക്കുകയാണ്, ഒരു കച്ചവടക്കാരന്റെ ഏത് ചരക്കിലാണോ അമിതമായ ലാഭം കിട്ടുന്നത് അതിലേക്കാണ് അവന്റെ ശ്രദ്ധ കൂടുതലും. അതുകൊണ്ട് ഒരാളുടെ മൂലധനം അധികരിക്കും തോറും അയാളുടെ ലാഭവും അധികരിക്കുകയാണ്. ആയുസ് നീട്ടിക്കിട്ടും തോറും പരലോകത്തേക്ക് കൂടുതൽ കർമ്മങ്ങൾക്ക് നാം ഒരുങ്ങണമെന്ന ഈ പറഞ്ഞതിന്റെ അർത്ഥം. നമ്മളൊക്കെ ആയുസ് കിട്ടണം. എന്തിനാ? ഒരുപാട് ഇങ്ങനെ ഓടിയെടുക്കണം, അല്ലെ? ജോലി ചെയ്യണം, മക്കളെ പോറ്റണം, രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തണം, സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തണം, അല്ലെ? ഒരുപാട് നാളെനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് പലതും ചെയ്യും. അതല്ല, നമ്മൾ അതൊക്കെ വേണം. അതിന്റെ ഏറ്റവും മുമ്പന്തി നിൽക്കേണ്ടത് എന്താ? അമല്. നല്ല സ്വാലിഹായ അമലുകൾ വേണം. നല്ല സ്വാലിഹായ അമലുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകണം. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്,
ആയുസ് നീട്ടിക്കിട്ടും തോറും പരലോകത്തേക്ക് കൂടുതൽ കർമ്മങ്ങൾക്ക് കാരണമാണ്. നമുക്ക് ആയുസ് കൂടുന്നവർ എന്ത് ചെയ്യാണ്? അൽഹംദുലില്ലാഹ്, നമുക്ക് ധാരാളം അമലുകൾ ചെയ്യാൻ പറ്റും. ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദിൽ ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ആണ്ടിന്റെ മാസമാണ് ഈ പരിശുദ്ധമായ മാസത്തിൽ 14-ാം തീയതിയല്ലേ ബഹുമാനപ്പെട്ടവർ വഫാത്തായത്. അവിടുന്ന് ഒരിക്കലും അവിടുത്തെ ജീവിതവുമായി എടുത്തു നോക്കുമ്പോൾ ഒരുപാട് മഹത്വങ്ങളാണ്. ഒരു ദിവസത്തിൽ ഇത്രയും സമയം ദിക്റുകൾ ചൊല്ലാൻ വേണ്ടി മാത്രം ബഹുമാനപ്പെട്ട ഗസ്സാലി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി സമയങ്ങളെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ദിക്റ് ചൊല്ലാൻ മാത്രം ഇത്ര സമയം, ഖുർആൻ ഓതാൻ ഇത്രയും സമയം, അതുപോലെ തന്നെ ദർസ് എടുക്കാൻ ഇത്രയും സമയം. ബഹുമാനപ്പെട്ട ഗസ്സാലി ഇമാമിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഈ അറബി ഗ്രാമർ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം, അവിടെ ലറബ സയ്യിദുൽ അംറൻ ഒരു ഉദാഹരണമാണ്. ലറബ സയ്യിദുൽ അംറൻ, സയ്യിദ് അടിച്ചു അംറിനെ, കിതാബിലുള്ള ഒരു ഉദാഹരണമാണ്. അവിടെ ഫാഇലും ആരാണ് പ്രവർത്തിച്ചത്, എന്താണ് പ്രവർത്തിക്കപ്പെട്ടത് എന്നതിനെ കുറിച്ച് മനസ്സിലാക്കി തരാൻ വേണ്ടി ഒരു ഗ്രാമർ ഒരു എക്സാമ്പിൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കൊടുത്തപ്പോൾ ബഹുമാനപ്പെട്ട ഗസ്സാലി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഉസ്താദിനോട് ചോദിക്കുകയാണ്, ആരെ സയ്യിദ്, ആരെ അംറ്? അപ്പൊ ഉസ്താദ് പറഞ്ഞു, അതൊരു ഉദാഹരണമാണ്, എക്സാമ്പിൾ ആണ്, എനിക്കതൊന്നും പഠിക്കാനുള്ള സമയമില്ല, എനിക്ക് അതൊന്നും, കാരണം അത് കളവല്ലേ, സയ്യിദ് ഇവിടെ ഇല്ല, അംറ് ഇവിടെ ഇല്ല, പിന്നെ ഞാനെങ്ങനെ പഠിക്കും? ഒരാള് ഇല്ലാത്ത പറയാൻ പറ്റുമോ? കാരണം നമ്മുടെ മഹാന്മാരുടെ സൂക്ഷ്മതയാണ്. നമുക്ക് പറയുന്നതിന് വല്ല ലൈസൻസ് ഉണ്ടോ? നമുക്ക് പറയുന്നതിന് വല്ല ലൈസൻസും ഇല്ല. ആളുള്ളപ്പോഴാണെങ്കിലും ഇല്ലാത്തപ്പോഴാണെങ്കിലും ഞാൻ പറയുന്നതിന് ഒരു ലൈസൻസ് നമുക്കില്ല. പക്ഷേ ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം ഗസ്സാലി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഞാൻ ഇങ്ങനത്തെ പഠനത്തിനാണെങ്കിൽ ഞാനില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മുമ്പ് സ്ഥലം വിട്ടു. ഇതൊക്കെയാണ് നമ്മുടെ നേതാക്കന്മാര്. നമ്മൾ ഇവരെയാണ് അനുകരിക്കേണ്ടത്, ഇവരുടെ പിന്നാലെയാണ് നാം സഞ്ചരിക്കേണ്ടത്. ആ സഞ്ചാരത്തിലാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഖൈറാത്തുകൾ ഉണ്ടാകുന്നത്. അല്ലാഹു മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ വലിയ ബറക്കത്ത് നൽകുമാറാകട്ടെ. മഹാനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു പറയുന്നില്ലേ, തൗറാത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, എങ്ങനെ നിന്റെ നിലപാടനുസരിച്ച് നിന്നോട് പെരുമാറപ്പെടും. നിന്റെ നിലപാടനുസരിച്ച് ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നിന്റെ നിലപാടനുസരിച്ച് നിന്നോട് പെരുമാറപ്പെടും, നീ വിതച്ചതനുസരിച്ച് നീ കൊയ്യുന്നതാണ്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് എന്ത് പോയിന്റാണ്? നിന്റെ നിലപാടനുസരിച്ച് നിന്നോട് പെരുമാറപ്പെടും. അതുപോലെ ഏതുപോലെ നീ വിതച്ചതനുസരിച്ച് നീ കൊയ്യുന്നതാണ്. നീ എന്താണോ വിതച്ചത്, നീ എന്താണോ നട്ടത്, അതിൽ നിന്നല്ലേ നിനക്ക് കൊയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നീ നന്മയാണോ ചെയ്തത്, അതിൽ നിനക്ക് ഒരുപാട് നന്മകൾ കിട്ടുന്നതാണ്. ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്, ഈ ചെറിയ ചെറിയ ഹദീസുകളിലൂടെയും ഈ മഹത്തുക്കളുടെ വാക്കുകളിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്, സമയങ്ങളെ ആഖിറത്തിലേക്കുള്ള മുതൽ കൂട്ടാക്കുക. സമയങ്ങളെ ആഖിറത്തിലേക്കുള്ള മുതൽ കൂട്ടാക്കുക. നമ്മൾ അങ്ങനെ ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ ഓരോ സമയങ്ങൾക്ക് വിലയുണ്ടാവുകയുള്ളൂ, ഓരോ സെക്കൻഡുകൾക്ക് വിലയുണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. ബഹുമാനപ്പെട്ട അബൂ ബറക്കാത്ത് സുഹറവർദി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറഞ്ഞില്ലേ, ഒരിക്കൽ ബാബുൽ അസ്കിദിൽ വെച്ച് ശൈഖ് ജീലാനി ഇങ്ങനെ പ്രസംഗിക്കുന്നത് കേട്ടു. എങ്ങനെ?
അലൈസ മിനൽ ഹുസ്റാനി അന്നാ ലയാലിയ തമുറു ബിലാ നഫഇൻ വതുഹസാബു ഫി ഉംദി. ഒരു ഉപകാരമില്ലാതെ എന്റെ രാത്രികൾ കഴിഞ്ഞു പോകുകയും പ്രസ്തുത സമയങ്ങൾ എന്റെ ആയുസ്സിൽ കണക്ക് വെക്കപ്പെടുകയും ചെയ്യുന്നത് നഷ്ടമായല്ലോ എന്ന് മഹാനായ മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം. എന്താ പറഞ്ഞത്? ജൈലാനി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറഞ്ഞത് വലിയ പോയിന്റാണ്. നമ്മൾ ചിന്തിക്കണം, നമ്മൾ ആഴമായി ഗഹനമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഉപകാരമില്ലാത്ത അലൈസ മിനൽ ഹുസ്റാനി അന്നാ ലയാലിയ, ഉപകാരമില്ലാത്ത എന്റെ രാത്രികൾ കഴിഞ്ഞു പോകുകയും തമുറു ബിലാ നഫഇൻ വതുഹസാബു ഫീ ഉംദി, എന്റെ ആയുസ്സിൽ കണക്ക് വെക്കപ്പെടുകയും ചെയ്യുന്ന നഷ്ടമല്ലോ എന്നാ പറഞ്ഞത്. ഒരുപാട് രാത്രി കടന്നുപോയി. ആ രാത്രികളിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. കാരണം രാത്രിയും പകലും അള്ളാഹു നമുക്ക് സംവിധാനിച്ചിട്ടുള്ളത് അവിടേക്ക് ഒരുപാട് മനുഷ്യന്റെ നന്മകളാണ്. മനുഷ്യൻ ഉറങ്ങേണ്ട സമയത്ത് മനുഷ്യൻ ഉറങ്ങണം. മനുഷ്യൻ അതുപോലെ ഉണർന്നിരിക്കുന്ന സമയത്ത് ഉണർന്നിരിക്കണം. അവന്റെ ശരീരങ്ങൾക്ക് ആവശ്യമായ ഫലങ്ങളെ, പോഷക ഘടകങ്ങളെ, അവന്റെ ശരീരത്തിന് ആവശ്യമായ എന്തൊക്കെ വേണോ അതൊക്കെ ഉണ്ടാക്കിയെടുക്കാനും അതൊക്കെ കഴിക്കാനും അതിനും സമയങ്ങളും കണ്ടെത്തണം. അല്ലാതെ വെറുതെ 24 മണിക്കൂറും അവൻ ഇബാദത്തെടുക്കണമെന്ന് പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അതുപോലെ മുഴുവൻ സമയവും ഉറങ്ങണമെന്നും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അത് പ്രത്യേകമായ സമയങ്ങളും പരിധികളും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇരിക്കട്ടെ, എന്നാൽ ഈ സമയങ്ങളൊക്കെ എന്റെ ആയുസ്സിൽ കണക്ക് വെക്കപ്പെടുകയും ചെയ്യുന്ന നഷ്ടമാണല്ലോ എന്ന് ചിന്തിച്ചത്. ഞാൻ ഒരുപാട് സമയങ്ങളൊക്കെ വേസ്റ്റാക്കി കളഞ്ഞിട്ടുണ്ടല്ലോ. ഈ ഉറങ്ങി തീർക്കുന്നതുമല്ല, രാത്രികൾ ഇബാദത്തിൽ ഹയാത്താക്കുക. രാത്രികളിൽ നമുക്ക് നമ്മുടെ ശരീരത്തിന് ക്ഷീണമില്ലാത്ത രീതിയിൽ ഉറങ്ങണം. ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നാം എന്ത് ചെയ്യണം? ഇബാദത്തിലാകാം. അതുപോലെ നാം ഉറങ്ങാതെ ആവശ്യമില്ലാതെ മറ്റുള്ള കാര്യങ്ങളിൽ നമ്മുടെ സമയങ്ങളെ ചെലവഴിച്ച് നമ്മുടെ ശരീരങ്ങളെ ക്ലേശപ്പെടുത്താൻ പാടില്ല. നാം ഒരുപാട് സമയങ്ങളെ നഷ്ടപ്പെടുത്തി കഴിയുമ്പോൾ നമുക്ക് അതിരാവിലെ പ്രഭാതത്തിലുള്ള സുബഹി നമസ്കാരം പോലും നഷ്ടപ്പെട്ടു പോവുകയാണ്. നമ്മുടെ ജീവിതത്തിൽ എന്ത് ഖൈറുണ്ട്, എന്ത് ബറക്കത്തുണ്ട്? നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നത് വെള്ളിയാഴ്ച ദിവസം ഓടി വന്ന് അതാ ഉസ്താദ് മഅ്സറ വിളിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഹുത്തുബ തുടങ്ങി കഴിയുമ്പോൾ എങ്ങനെയും ഓടി വന്ന് ആ ഒരു 2 റക്അത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ എന്റെ ആ ആഴ്ചയിലെ മുഴുവൻ പാപങ്ങൾ തീർന്നു, ഞാൻ രക്ഷപ്പെട്ടു എന്നൊക്കെയായിരിക്കും നമ്മുടെ ചെറിയ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്ന ആളുകളൊക്കെ ചിന്തിക്കുന്നത്. ഒരിക്കലുമല്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മുൻഗാമികളായ എത്രയോ ആളുകൾ രക്ഷപ്പെട്ടു പോയേനെ. അതൊരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ തൊണ്ടക്കുഴിയിൽ റൂഹെത്തുന്ന സമയം വരെ നമുക്ക് നിസ്കരിക്കണം, നമുക്ക് അല്ലാഹുവിനോട് പശ്ചാത്തപിക്കണം. ഇതൊക്കെ മനുഷ്യന്റെ വിജയത്തിന് വേണ്ടി പറഞ്ഞതാണ്. അല്ലാതെ ഒരു വെള്ളിയാഴ്ച ജുമ അല്ലെങ്കിൽ ഞാൻ നിസ്കരിക്കാറുണ്ട് എല്ലാ വർഷവും 2 പ്രാവശ്യം. ഒന്ന് ചെറിയ പെരുന്നാളിന്, വലിയ പെരുന്നാളിന് നിസ്കരിക്കാറുണ്ട്. ചില ആളുകളൊക്കെ വലിയ അഭിമാനത്തോടുകൂടി പറയുന്ന കാര്യമാണ്, ഞാൻ നിസ്കരിക്കാറുണ്ട് ഉസ്താദ്, എല്ലാ വെള്ളിയാഴ്ചയും പോകാറുണ്ട്, ജുമ കഴിഞ്ഞ് ഖബറിൽ പോയി യാസീനും ഓതാറുണ്ട്. ബാക്കിയുള്ള വക്കത്താർക്കുള്ളതാണ്? ബാക്കിയുള്ള നിസ്കാരങ്ങൾ നമുക്ക് നടക്കാൻ സമയമുണ്ട്, ജോലി ചെയ്യാൻ സമയമുണ്ട്, നമ്മുടേതായ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് സമയമുണ്ട്. ജീവിതത്തിൽ ഒരു 25 മിനിറ്റ് ഏകനായ ഇലാഹിലേക്ക് സമർപ്പിക്കാൻ സമയമില്ലെങ്കിൽ നാം എന്ത് മുസ്ലിമാണ്? നാം എന്ത് പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് എന്താ കാര്യം? ഒരു കാര്യവുമില്ല. നാം മനസ്സിലാക്കേണ്ട വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ
നിസ്കരിക്കണം. ബഹുമാനപ്പെട്ട റളിയല്ലാഹു പറയാണ്, അവിടെ ഒരു സമയം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ടവർ പറയുന്നത്, എന്റെ ആയുസ്സിൽ കണക്കുവെക്കപ്പെടുക റബ്ബേ എന്ന് പേടിച്ചു. നമുക്ക് സമയം നഷ്ടപ്പെടുത്തി കളയുന്നതിന് വല്ല മടിയുണ്ടോ? വല്ല പേടിയുണ്ടോ? നാം ചിന്തിക്കണം. നാം എപ്പോഴും റോൾ മോഡലാക്കേണ്ടത് നമ്മുടെ മുൻഗാമികളെയാണ്. അവരുടെ വഴിയിലേക്കാണ് നാം നമ്മുടെ ശ്രദ്ധയെ തിരിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ ബറക്കത്തുണ്ടാകും. എന്നാൽ ബഹുമാനപ്പെട്ട അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു വലിയ മഹാനാണല്ലോ. മരണത്തിന് മുമ്പ് ഇബാദത്ത് ചെയ്യാൻ കഠിനമായി പരിശ്രമിക്കുന്നത് കണ്ടപ്പോൾ ഒരാൾ ബഹുമാനപ്പെട്ട അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, ശരീരത്തോട് നിങ്ങൾ അല്പം മയത്തം കാണിച്ചാലും അല്ലെങ്കിൽ ഇബാദത്തിനെ തൊട്ട് അല്പം തടഞ്ഞു നിർത്തിയാലും എന്ന് ബഹുമാനപ്പെട്ട അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിനോട് പറയുമ്പോൾ ബഹുമാനപ്പെട്ട അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു കുതിര അതിന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് അടുക്കുമ്പോൾ അതിന്റെ സർവശേഷിയും പുറത്തെടുക്കാറുണ്ട്. നമ്മൾ കാണാറുള്ളതാണ്. കുതിര സവാരിയും കുതിരയുമായിട്ടുള്ള ആ മത്സരത്തിൽ കാണാറില്ലേ, അതിന്റെ ലക്ഷ്യസ്ഥാനം എത്താറെയാകുമ്പോൾ അത് ആവേശത്താൽ അത് കുതിക്കുന്നതാണ്. ഡ്രൈവ് ചെയ്യുന്ന ഒരു ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഉദ്ദേശ ലക്ഷ്യസ്ഥാനത്തേക്ക് അവൻ എത്തുന്നത് വരെയും അവന്റെ ശ്രദ്ധ എവിടെയാണ്? ഇന്നാലില്ല ടേണിംഗ് പോയിന്റിൽ എനിക്ക് എത്തണം, അവിടെ ചെല്ലണം. അതുകൊണ്ട് തന്നെ അവൻ എത്ര വേഗതയിൽ വണ്ടി ഓടിക്കാൻ പറ്റുമോ അത്രയും വേഗതയിലാണ് അവൻ വണ്ടി ഓടിക്കുന്നത്. അവൻ അവിടെ എത്തേണ്ട സമയവും എത്തേണ്ട പോയിന്റും അവനറിയാം. ആ സമയത്തിന് മുമ്പായി അവന്റെ വാഹനം ഓടിച്ച് എത്തുന്നു എന്നതുപോലെ ബഹുമാനപ്പെട്ട അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു കുതിര അതിന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് അടുക്കുമ്പോൾ അതിന്റെ സർവശേഷിയും പുറത്തെടുക്കാറുണ്ട്. എന്റെ മരണസമയത്തിന് ഇനി ബാക്കിയുള്ളത് അതിനേക്കാളും കുറവാണ്. കാരണം കുതിരക്ക് സഞ്ചരിക്കാനുള്ള ദൂരത്തെ കുറിച്ച് ഏകദേശം ധാരണയുണ്ട്. എന്നാൽ എന്റെ മരണസമയത്തെ കുറിച്ച് അങ്ങനെ ഒരു ധാരണയില്ലാത്തവനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ ഇബാദത്തുകളിലായി സമയങ്ങൾ ചെലവഴിക്കും. മഹാന്മാരുടെ വാക്കുകൾ എത്ര അർത്ഥവത്തായ വാക്കുകളാണ് മുഅ്മിനീങ്ങളെ. മനസ്സിലാക്കണം, നമ്മൾ ഒരു കുതിരയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു വാഹനത്തിന്റെ ഡ്രൈവറിന് ഇന്ന സ്ഥലം വരെ എന്നുള്ള ആ ഒരു ചിന്തയുണ്ട്. പക്ഷേ മരണമാകുന്ന വാഹനത്തിന് അങ്ങനെ വല്ലതുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവർ ചിന്തിക്കണം. അല്ലാഹു നമുക്കൊക്കെ ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അതിനുവേണ്ടിയാണ് നമ്മൾ ദുആ ഇറക്കേണ്ടത്. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്നാൽ മരണസമയത്തെ കുറിച്ച് അങ്ങനെ ഒരു ധാരണയില്ലാത്ത ആളാണ് ഞാൻ. അതുകൊണ്ട് എന്റെ ഇബാദത്തുമായി ഞാൻ ഇങ്ങനെ ധൃതി കാണിക്കുകയാണെന്ന് പറഞ്ഞു. ഇതാണ് മഹാന്മാരുടെ വലിയ വഴി. ഇതാണ് മഹാന്മാരുടെ പാത. നമ്മൾ മനസ്സിലാക്കണം. മരണം വരെ അദ്ദേഹം ഇബാദത്തിലായി കഠിനമായ അധ്വാനം ചെയ്തു. അദ്ദേഹം ഭാര്യയോട് ഇങ്ങനെ പറയാറുണ്ടായിരുന്നു, നിന്റെ പരലോകയാത്ര സാമഗ്രികളെ നീ ശക്തിപ്പെടുത്തുക. ഭാര്യയോട് പറയും. നമ്മൾ ആരാ പറയണേ? നമ്മൾ നമ്മുടെ ഭാര്യയോട് അങ്ങനെ പറയാ, നീ നിസ്കരിച്ചോടി, അല്ലെങ്കിൽ നീ ഖുർആൻ ഓതി. ഏത് ഭർത്താവാണ് ഭാര്യയോട് ചോദിക്കുന്നത്? നമ്മൾ വീട്ടിൽ ചെന്ന് ചോദിക്കും, എന്താ ഫുഡ് ഉണ്ടാക്കിയത്, ഇന്ന് അടുത്ത പരിപാടി എന്താ എന്നൊക്കെയാണ് നമ്മൾ ഭാര്യയോട് ചോദിക്കുന്നത്, അല്ലേ? നീ നിസ്കരിച്ചോ മോളെ എന്ന് ഭാര്യയോട് എത്ര ഭർത്താക്കന്മാര് ചോദിക്കുന്നുണ്ട്.
വേണ്ട ഒരു ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയാൽ ഓടിച്ചെന്ന് ഭാര്യയോട് പറയുകയാണ്, എന്റെ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയി, നമുക്കിന്ന് ജമാഅത്തായി നിസ്കരിക്കാം എന്ന് പ്രിയധർമ്മയോട്, പ്രിയപ്പെട്ട ഭാര്യയോട് പറയുന്ന എത്ര ഭർത്താക്കന്മാരുണ്ട്. നമ്മളൊക്കെ കുടുംബമായി ജീവിക്കുന്നവരാണ്. എവിടെയാണ് പ്രിയപ്പെട്ടവരെ? പേരെന്താണ്? നല്ല പേരുകളാണ്. ഏത് വംശക്കാരാണ്, ഗോത്രക്കാരാണ് ഒക്കെ നമുക്ക് വലിയ അഭിമാനമാണ്. പക്ഷേ ഇബാദത്തുമായി എടുത്തു നോക്കുമ്പോൾ നമ്മളൊക്കെ വളരെ പിന്നോക്കാവസ്ഥയിലാണ്. അല്ലാഹു കാക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു അവിടത്തെ പ്രിയപ്പെട്ട ഭാര്യയോട് പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, നിന്റെ യാത്ര സാമഗ്രികളെ നീ ശക്തിപ്പെടുത്തുക, നീ റെഡിയാക്കിക്കോ മോളെ. കാരണം ബഹുമാനപ്പെട്ടവർ പറയുന്നു, നരകത്തിന്റെ മേൽ തോണിയില്ല, നരകത്തിന്റെ മേൽ തോണിയില്ല മോളെ. ഫലൈസ അലാ ജഹന്നമ മിഅ്ബറത്തുൻ. ബഹുമാനപ്പെട്ട അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, നരകത്തിന്റെ മീതെ മോളെ തോണിയില്ല. സൽക്കർമ്മങ്ങളാണ് രക്ഷയുടെ മാർഗം. അതുകൊണ്ട് കിട്ടുന്ന സമയങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തി അല്ലാഹുവിലേക്ക് അടുക്കാൻ തയ്യാറാകുക. അതായി പറഞ്ഞതിന്റെ ഏറ്റവും വലിയ മർമ്മമായ വിഷയം, ഓരോ നിമിഷവും മരണത്തിലേക്കാണ്. ആയുസ് നഷ്ടപ്പെടുത്തി കളയരുത്, ആയുസ് നഷ്ടപ്പെടുത്തി കളയരുത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാന്മാരിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകണം. അതുപോലെ നന്നാകാൻ നീട്ടിവെക്കേണ്ട സമയം നീട്ടിവെക്കാൻ പാടില്ല. നാളെ നാളെ എന്ന് നീട്ടിവെക്കാൻ പാടില്ല. വലാ തർജു ഫിഇലൽ ഖൈരി യൗമൻ ഇലാ ഗദ് ലഅല്ല ഗദൻ യഅതി വഅൻത ഫഖീദുൻ. അതാത് ദിവസം ചെയ്യേണ്ട നന്മകളെ നാളെ ചെയ്യാമെന്ന് നീ പ്രതീക്ഷിക്കരുത്. നമുക്കൊക്കെ പറ്റുന്ന ഏറ്റവും വലിയ കുറവാണത്. ഒരാൾ നമ്മോട് പറയാണ്, ഉദാഹരണത്തിന്, നീ ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ല, നീ നിസ്കാരം തുടങ്ങണം എന്ന് പറയുമ്പോൾ സർവ്വസാധാരണയായി നമുക്ക് കിട്ടുന്ന മറുപടി എന്താ? ഇൻഷാ അല്ലാഹ് നാളെ മുതൽ ഞാൻ എന്ത് ചെയ്തോളാം, നിസ്കരിച്ചോളാം എന്നല്ലേ നമ്മൾ പറയാറ്. ഇൻഷാ അല്ലാഹ് ഞാൻ ഇപ്പൊ തന്നെ നിസ്കരിക്കാന്ന് ആരും പറയാറില്ല. എല്ലാം നാളെ നാളെ. അങ്ങനെ അത് ഒരിക്കലും നന്നാകാൻ നീട്ടിവെക്കണ്ട എന്നാണ് മഹാന്മാര് പഠിപ്പിക്കുന്നത്. വലാ തർജി ഫിഇലൽ ഖൈരി യൗമൻ ഇലാ ഗദ്. അതാത് ദിവസം ചെയ്യേണ്ട നന്മകളെ നാളെ ചെയ്യാമെന്ന് നീ പ്രതീക്ഷിക്കരുത്. ലഅല്ല ഗദൻ യഅതി വഅൻത ഫഖീദുൻ. നാളെ വരുമ്പോൾ ഒരു പക്ഷേ നീ ഇല്ലാതെയായേക്കാം. അല്ലാഹു നമുക്ക് ആഫിയത്ത് നൽകുമാറാകട്ടെ. നാളെ നമുക്ക് ഉറപ്പുണ്ട്, ഗ്യാരണ്ടി ഉണ്ടോ? ഇന്ന് ഈ വിനീതന ഹുതുബ ഓതുമെന്ന് എനിക്കൊരു ഉറപ്പുമില്ല. ഈ മിമ്പറിൽ നിന്ന്, ഈ പ്രസംഗ പീഠത്തിൽ നിന്ന് ആ മിമ്പറിലേക്ക് കയറുമെന്ന് എനിക്കൊരു ഗ്യാരണ്ടിയുമില്ല. ആ മിമ്പറിൽ നിന്ന് മിഹ്റാബിലേക്ക് നിസ്കാരത്തിന് വരുമെന്ന് എനിക്കൊരു ഗ്യാരണ്ടിയുമില്ല. അത് എന്റെ യജമാനനായ റബ്ബാണ് തീരുമാനിക്കുന്നത്. ഇതാണ് ഓരോ സത്യവിശ്വാസിയുടെയും മനസ്സിന്റെ അകത്തളങ്ങളിൽ ഉണ്ടാകേണ്ടത്. അല്ല നമ്മൾ നാളെ നാളെ ഒരിക്കലുമില്ല. അതുകൊണ്ട് സമയത്തിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കണം, വില കൊടുക്കണം എന്നാണ് ഞാൻ ഉണർത്തുന്നത്. മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അസ്സഈദു മൻ ഇത്തഅല ബിഗൈരിഹി. മറ്റുള്ളവരെ കൊണ്ട് ഉപദേശം ശ്രദ്ധിക്കുന്നവനാണ് വിജയി. മറ്റുള്ളവരെ കൊണ്ട് ഉപദേശം ശ്രദ്ധിക്കുന്നവനാണ് വിജയി. മഹാന്മാര് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമുക്ക് അറിയാവുന്ന ഇൽമുകളൊക്കെ, നന്മകൾ മറ്റുള്ളവരിലേക്കൊക്കെ പകർന്നു കൊടുത്ത് നാം നമ്മുടെ ജീവിതങ്ങളെയൊക്കെ
നാം നല്ല ചിട്ടപ്പെടുത്തി അള്ളാഹുവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നല്ല രീതിയിൽ ജീവിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാകണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നന്മ മനസ്സിലാക്കാനും തിന്മയെ വേർതിരിച്ച് മനസ്സിലാക്കാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ ജീവിതങ്ങൾ ഉടനീളെ അള്ളാഹു ബറക്കത്തും സന്തോഷവും അള്ളാഹു എത്തിത്തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ മുഴുവൻ ആളുകൾക്കും അള്ളാഹു സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.